വിശ്വാസം ഇവിടുത്തെ പിണറായി വിജയൻ മാധ്യമങ്ങളും പറഞ്ഞതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ കേരളത്തിലെ മാധ്യമങ്ങളും ഭരണകൂടവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നോക്കുക. അതുകൊണ്ട് ആ സർവേ ഞങ്ങളിതാ പിച്ച് ചീന്തി വേസ്റ്റ് ബോക്സിലിടുന്നു. നിങ്ങൾക്ക് കാണാം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ കേരളത്തിലും നിങ്ങളുടെ കൈവിരൽ കൊണ്ട് എണ്ണാവുന്നതിൽ അധികം MP-മാർ ഈ കേരളത്തിൽ നിന്നും ഈ തവണ ജയിച്ചിട്ട് പാർലമെന്റിലേക്ക് പോകും. യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നമ്മുടെ വടകര പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വരാം. ഇത്തരം വേഷപ്പകർച്ചകളെയൊക്കെ തിരിച്ചറിയാനുള്ള പ്രബുദ്ധത ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. ഇനി നമ്മളെ വടകര പാർലമെന്റ് മണ്ഡലം വളരെ കേളികേട്ടൊരു മണ്ഡലമാണല്ലോ. ഉണ്ണികൃഷ്ണന്റെ കാലം മുതൽ കേട്ടുകേൾവിയുള്ളൊരു മണ്ഡലമാണ്. പക്ഷെ ഈ മണ്ഡലത്തിന്, ഇത്രയും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലത്തിന് അർഹമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ നാളിതുവരെ ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടുള്ള ആളുകൾക്ക് സാധിച്ചിട്ടുണ്ടോ? പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ജയിച്ചു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചു, കേന്ദ്രമന്ത്രിയായി. എന്ത് കൊണ്ടുവന്നു വടകരയ്ക്ക്? ഇവിടുന്ന് ജയിച്ചു പോയിട്ട് കേന്ദ്രമന്ത്രിയായി 5 വർഷം ഇരുന്നിട്ട് ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേരിൽ എടുത്തു പറയത്തക്ക മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് ഭരിച്ചു. സതീദേവി അന്ന് MP-യാ, എന്നിട്ടും സാധിച്ചിട്ടില്ല. BJP ഭരിക്കുന്ന സമയത്ത്, കേന്ദ്രം ഭരിക്കുന്ന സമയത്ത് അവിടുന്ന് കനിഞ്ഞരുളുന്ന കുറെ വികസനങ്ങൾ ഈ മണ്ഡലത്തിൽ വന്നിട്ടുണ്ട് അല്ലേ? ഈ മണ്ഡലത്തിലെ മേൽപ്പാലങ്ങളൊക്കെ രാജഗോപാൽ കേന്ദ്രമന്ത്രിയായ സമയത്ത് വന്നതല്ലേ? നിഷേധിക്കാൻ വേണ്ടി സാധിക്കുമോ? കേന്ദ്രം BJP ഭരിക്കുന്ന സമയത്ത് എത്ര അനുഭാവപൂർവമാണ് ഈ മണ്ഡലത്തോട് പെരുമാറിയിട്ടുള്ളത്? ഇപ്പൊ നിങ്ങൾ നോക്കൂ, മൂരാട് പാലം. ഞാനും നിങ്ങളുമൊക്കെ ഒരുപാട് തവണ മൂരാട് പാലത്തിൽ കുടുങ്ങിയിട്ടില്ലേ? ആ മൂരാട് പാലം അപകടത്തിലാണ്. അതിലെ ഭാരം കയറ്റിയ വാഹനങ്ങൾ പോകാൻ പാടില്ല എന്ന് സുരക്ഷാ ഏജൻസി റിപ്പോർട്ട് കൊടുത്തിട്ട് 3 കൊല്ലം കഴിഞ്ഞില്ലേ? 3 കൊല്ലം. എന്തേ മാറ്റിപ്പണിയാത്തത്? കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് തരുന്നില്ലേ? സത്യാവസ്ഥ പറ, ജനങ്ങളോട് വിളിച്ചു പറ. കേന്ദ്രം എപ്പോഴേ റെഡിയാണ്. അവിടെ ഇപ്പൊ പറയുന്നത് അലൈൻമെന്റ് റെഡി ആയിട്ടില്ല. പാല അപകടത്തിലാന്ന് പറഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞു. ഇപ്പോഴും അലൈൻമെന്റ് റെഡി ആയിട്ടില്ല, പ്രോജക്ട് റെഡി ആയിട്ടില്ല. സ്ഥലം അക്വയർ ചെയ്ത് അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി ഫൈനൽ റിപ്പോർട്ട് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറാൻ സംസ്ഥാന ഗവൺമെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തിനാണ് ഇവിടെ സംസ്ഥാന ഗവൺമെന്റ്? എന്തിനാണ് ഇവിടെ ഒരു MP? ഞാനവിടെ ഒരു ചർച്ചയ്ക്ക് പോയി ആ പാലവുമായി ബന്ധപ്പെട്ടിട്ട്. അവിടെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? ഞങ്ങളുടെ MP ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത്തരം ഒരു പ്രശ്നം 2-3 കൊല്ലമായി ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന മൂരാട് പാലത്തിന്റെ പ്രശ്നത്തിൽ ഈ ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള MP ആ വഴിക്ക് പോയിട്ടില്ല അത് തീർക്കാൻ. പിന്നെ എന്തിനാ ഇവിടുന്ന് LDF-നെ UDF-നെ ജയിപ്പിക്കുന്നത്? ഞാൻ ഒരു വിഷയം മാത്രം പറഞ്ഞത്. ഇങ്ങനത്തെ 100 കൂട്ടം കാര്യങ്ങൾ ഈ പാർലമെന്റ് മണ്ഡലത്തിനകത്തുണ്ട്. ഇതൊന്നും നോക്കാനാവാതെ ഇന്നസെന്റ് പറഞ്ഞ പോലെ അവിടെ ഹിന്ദിയിൽ പ്രസംഗിക്കും, ഞങ്ങൾ കിടന്നുറങ്ങും. പരമസുഖാണ് MP ആയാൽ. അതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഇവരെ ജയിപ്പിച്ചയക്കുന്നത്? ജയിപ്പിച്ചയച്ച ഒരു MP അല്ലേ ജനങ്ങളോട് പറഞ്ഞത് പരമസുഖമാണ്, MP ആയാൽ അവിടെ കിടന്നുറങ്ങാം, അവിടെ ഹിന്ദിയിൽ ഇങ്ങനെ പ്രസംഗം നടക്കും, ഞങ്ങളിങ്ങനെ കിടന്നുറങ്ങും. നാ ഉറങ്ങുന്നതിന് പൈസ കൊടുക്കണ്ടേ? അത് കൊടുക്കുന്നില്ലല്ലോ. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ MP-മാര് ഏറ്റവും വലിയ TADA വാങ്ങിയിട്ടുള്ള MP-മാരുടെ ലിസ്റ്റ് പുറത്തു വന്നപ്പോ അവിടെ ഉറങ്ങാൻ പോയവരാണല്ലോ മുമ്പില്. ഏറ്റവും മുമ്പിൽ MP രാജേഷ്, അത് കഴിഞ്ഞ് ആലത്തൂർ MP ബിജു, അത് കഴിഞ്ഞ് PK ശ്രീമതി. ഇവരൊക്കെ എന്തിനാ ഈ ഇത്രയും വലിയ TNDA മേടിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തിനാണ് ഇവരെയൊക്കെ ജയിപ്പിച്ചയക്കുന്നത്? എന്നിട്ട് അവര് തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നിട്ട് നാടകം കളിക്കുക നമ്മുടെ മുമ്പിൽ. ഇപ്പൊ കോൺഗ്രസ്സുകാര് വന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, P ജയരാജനെ തോപ്പിക്കണ്ടേ? തോപ്പിക്കണം. ഇപ്പോഴത്തെ മുരളീധരനെ തോപ്പിക്കണം, എന്നിട്ട് ഞങ്ങൾക്ക് ജയിക്കണം. P ജയരാജനെയും തോൽപ്പിക്കണം, K മുരളീധരനെയും തോൽപ്പിക്കണം, BJPക്ക് ജയിക്കണം, NDAക്ക് ജയിക്കണം. എന്താ സംശയം? അതിലെന്താ സംശയം? അതല്ല. പിന്നെ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ട്, അക്രമ രാഷ്ട്രീയത്തെ നേരിട്ട പാരമ്പര്യം കോൺഗ്രസിനുണ്ടോ? അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടിയെടുത്ത പാരമ്പര്യം കോൺഗ്രസിനുണ്ടോ? എവിടെയാ എടുത്തത്? എടുത്തിട്ടുണ്ടെങ്കിൽ P ജയരാജൻ എന്ന് സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ ഉണ്ടാവുമോ?
ആ ജയിലഴിക്കുള്ളിൽ കിടന്നിട്ട് ബോധം കൊണ്ട് തിന്നിട്ടുണ്ടാവില്ലായിരുന്നില്ലേ അദ്ദേഹം? അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ട് നടപടിയെടുത്തത് കോൺഗ്രസ് ആണോ? നിങ്ങൾ തന്നെയല്ലേ പറയുന്നത് TP ചന്ദ്രശേഖരന്റെ കൊലപാതക കേസ് ഞങ്ങള് ഒത്തുതീർപ്പാക്കിയതാണ്? ആരാ പറഞ്ഞത്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞില്ലേ പരസ്യമായിട്ട്? KK രമക്ക് കഴിഞ്ഞ ദിവസം സമ്മതിക്കേണ്ടി വന്നില്ലേ പരസ്യമായിട്ട് ചാനൽ ചർച്ചയിൽ ഞങ്ങൾ ഒത്തുതീർപ്പാക്കിയതാണ്? പിന്നെ UDF-ഉം LDF-ഉം കൂടെ ഒത്തുതീർപ്പാക്കുന്ന കൊലപാതക കേസിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് മാത്രം വന്നിട്ട് കണ്ണീര് വിറ്റ് വോട്ടാക്കാൻ വേണ്ടി നോക്കിയാൽ ഇവിടുത്തെ ജനങ്ങളത് സമ്മതിച്ചു തരുമോ? TP ചന്ദ്രശേഖരന്റെ കൊലപാതക കേസ് മാത്രമല്ലല്ലോ, നമ്മുടെ ഈ ഇരിങ്ങണ്ണൂരിനടുത്താണല്ലോ നാദാപുരം. ഈ നാദാപുരത്തെ അസ്ലം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊല്ലാൻ വേണ്ടി വന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഒരു ജീവനക്കാരനാണ്. ആ ജീവനക്കാരനോ അസ്ലവും തമ്മിൽ എന്ത് ബന്ധാണോ? ആ കേസിൽ ഉന്നതരായിട്ടുള്ള CPM-ന്റെ നേതാക്കന്മാരെ കൊടുക്കാൻ, അകത്താക്കാൻ UDF-ന് സാധിച്ചോ? ഒന്നുമില്ലല്ലോ, അതും ഒത്തുതീർപ്പാക്കിയില്ലേ. പിന്നെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ ഈ വർത്താനമൊക്കെ പറഞ്ഞാൽ അത് ഓർമ്മ വേണം പിന്നീടും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നത് TP ചന്ദ്രശേഖരന്റെ കൊലപാതകം കഴിഞ്ഞ അധികം നാൾ കഴിയുന്നതിന് മുമ്പാ. അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എല്ലാ ചർച്ചയിലും പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, ഇനിയൊരു രാഷ്ട്രീയ കൊലപാതകം നമുക്ക് അനുവദിച്ചുകൂടാ. ഇനിയൊരു രാഷ്ട്രീയ കൊലപാതകം ഈ കേരളത്തിലേ പാടില്ല. അതിന് UDF-ന് വോട്ട് ചെയ്യണം. ഞങ്ങൾ അക്രമത്തിനെതിരായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടാക്കും. എവിടെയാണോ കൂട്ടായ്മ ഉണ്ടാക്കി? എന്നിട്ട് നിങ്ങൾ കൂട്ടായ്മയൊന്നും ഉണ്ടാക്കണ്ട. അരുങ്കൊലകൾ ചെയ്യുമ്പോ CPM-നെതിരായിട്ടൊന്ന് പ്രതികരിക്കാൻ നിങ്ങൾക്ക് ശേഷിയുണ്ടോ? മെയ് മാസത്തിൽ ഈ ഗിർവാണ പ്രസംഗം കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തിലാണ് കതിരൂർ മനോജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 12 കൊല്ലത്തോളം മാർക്സിസ്റ്റ് ആക്രമി സംഘം പിന്തുടർന്ന് മറ്റൊരു രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചു പോയതിന്റെ പേരിൽ 6 തവണ കൊലപാതക ശ്രമം നടത്തി. 7ാം തവണ ആ കതിരൂർ മനോജിനെ അരുങ്കൊല ചെയ്തപ്പോ ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, ആ അരുങ്കൊലയിൽ ഒന്ന് പ്രതിഷേധിക്കാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാധിച്ചോ? പറഞ്ഞോ ഒരു വാക്ക് പ്രതിഷേധിച്ചിട്ട്? ഈ മണ്ഡലമല്ലേ നിങ്ങൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ ഇനി അനുവദിക്കില്ല എന്ന് എവിടെ അനുവദിക്കില്ല എന്ന് അവര് നിർബാധം തുടരുകയാ കൊലപാതകം. ആ കൊലപാതകത്തിനെതിരായിട്ടൊരു വാക്ക്, ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രസ്താവന ഇറക്കാൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് സാധിച്ചിട്ടില്ല. മാത്രമല്ല, മാർക്സിസ്റ്റ് അക്രമങ്ങൾ അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുമ്പോ ഇവിടെ നടക്കുന്ന ചാനൽ ചർച്ചകളിൽ ഒരു കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതാവ് CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തെ ശക്തമായിട്ട് എതിർക്കുന്നില്ല. അവര് തുലാസ്വായിട്ട് വന്നിട്ട് അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്ന് തൂക്കി നോക്കുകയാണ് ചർച്ചയിൽ. നിങ്ങളാണോ മാർക്സിസ്റ്റ് അക്രമത്തിനെതിരായിട്ട് കൂട്ടായ്മ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? ഇനി എന്തിനധികം പറയുന്നു, ഞങ്ങള് മാർക്സിസ്റ്റ് അക്രമം അസഹ്യമായപ്പോ പ്രക്ഷോഭം ഡൽഹിയിലേക്ക് വ്യാപിപ്പിച്ചു. ഡൽഹിയിൽ പ്രക്ഷോഭം നടക്കുമ്പോ പാർലമെന്റിൽ മീനാക്ഷിയിലേക്ക് എന്ന് പറയുന്ന BJP-യുടെ MP അവിടെ ശക്തിയുക്തം മാർക്സിസ്റ്റ് നരമേധങ്ങളെ കുറിച്ച്, മാർക്സിസ്റ്റ് അക്രമങ്ങളെ കുറിച്ച്, ഭീകരവാദികളെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള മാർക്സിസ്റ്റ് അക്രമങ്ങളെ കുറിച്ച് പാർലമെന്റില് എണ്ണി അവതരിപ്പിക്കുമ്പോ അവിടെ CPM-ന്റെ MP-മാർ എഴുന്നേറ്റില്ല. പകരം നമ്മുടെ വടകരയിൽ നിന്ന് പോയിട്ടുള്ള അക്രമ രാഷ്ട്രീയത്തിന്റെ മണ്ണിൽ നിന്ന് പോയിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് മീനാക്ഷിയിലേക്ക് പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് അതിന് മറുപടി പറഞ്ഞത്. ഓർമ്മയില്ലേ നമുക്ക്? എന്താ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോ അക്രമത്തിനെതിരായിട്ട് കൂട്ടായ്മ ഉണ്ടാക്കണം. നിങ്ങൾക്ക് അധികാരം കിട്ടി, നിങ്ങൾ കൊലപാതകളെ രക്ഷപ്പെടുത്തി. നിങ്ങൾ കൊലപാതകങ്ങൾക്കെതിരായിട്ട് സാമൂഹ്യ രോഷമുണ്ടാകുമ്പോ അതിനെ തണുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നിലപാടെടുത്തു. നിങ്ങൾ ബിരിയാണി ഇരുന്ന് എല്ലാ കൊലപാതക കേസിൽ നിന്നും CPM-ന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരെ നിങ്ങൾ രക്ഷപ്പെടുത്തി. അതുകൊണ്ട് ഈ പരിപ്പൊന്നും ഈ പ്രബുദ്ധ ജനതയുടെ മുന്നിൽ വേവാൻ വേണ്ടി പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ കണ്ണീര് വിറ്റ് വോട്ടാക്കാനുള്ള ആ പഴയ ശ്രമമൊന്നും ഇനി വിലപ്പോവാൻ വേണ്ടി പോകുന്നില്ല. ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് നിങ്ങളുടെ നിലപാടെന്താണ്. മാർക്സിസ്റ്റ് അക്രമത്തിനെതിരായിട്ട് നിങ്ങളുടെ നിലപാടെന്താണ്? കൊലപാതകികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എന്താണ്? മാർക്സിസ്റ്റ് പാർട്ടിയോട് നിങ്ങൾക്ക് രാഷ്ട്രീയ നിലപാടെന്താണ്? ഇതൊക്കെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സ്ഥലത്തും ഈ കൊടിയൊക്കെ കൂട്ടിക്കെട്ടി പ്രചരണം നടത്തുന്ന ആളുകൾക്ക് ഈ മണ്ഡലങ്ങളിൽ വന്നിട്ട് നിങ്ങൾ ശക്തമായിട്ടുള്ള മത്സരമാണ് എന്ന് ഇനി ഏത് മാധ്യമങ്ങൾ പറഞ്ഞാലും ഇവിടുത്തെ ജനങ്ങൾ അത് വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിരവധി വികസന പ്രശ്നങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് മെയ് മാസത്തിൽ
ശക്തമായിട്ടുള്ള കരുത്തുറ്റ ഒരു കേന്ദ്ര ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ എനിക്കൊരവസരം തന്നാൽ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു. നമ്മൾക്ക് അർഹതപ്പെട്ടതിലും എത്രയോ അധികം കാര്യങ്ങൾ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള ഒരു അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. തീർച്ചയായും ഇത് 5 കൊല്ലത്തേക്കാണ്. നമ്മൾ ജയിപ്പിക്കാതെ ഒരാളെ കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. നമ്മൾ മാറി മാറി UDF LDF ജയിപ്പിക്കുക, എന്നിട്ട് ഇവിടെ ഇരുന്ന് BJP കുറ്റം പറയുക, അതൊരു ശരിയുള്ള ഏർപ്പാടല്ലല്ലോ. നമ്മളെല്ലാ പ്രസംഗത്തിലും നരേന്ദ്രമോദിനെയാണ് കുറ്റം പറയുന്നത്, നമ്മളെല്ലാ പ്രസംഗത്തിലും BJP കുറ്റം പറയുന്നത്. നമ്മളെപ്പോഴെങ്കിലും അവരെ ജയിപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ ഇതുവരെ ജയിപ്പിച്ചിട്ടില്ല. നമ്മൾ ജയിപ്പിക്കുന്ന ആളുകളെ കൊള്ളരുതായ്മകളെ കുറിച്ച്, അവരുടെ കഴിവില്ലായ്മയെ കുറിച്ച് നമുക്ക് മാറ്റാലോ. ഇത് ആജീവനാന്ത കാലത്തേക്കല്ലല്ലോ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു പരീക്ഷണത്തിന്, ഒരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറാവുക. ഈ തെരഞ്ഞെടുപ്പിൽ താമരയടിയാ